ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് LJDയിൽ സംസ്ഥാന ഘടകത്തിൽ കലാപം. ശ്രേംസ് കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. നേതൃത്വത്തിൽ സമഗ്ര അഴിച്ചുപണി വേണമെന്നും നേതാക്കൾ പറയുന്നു. ഷേഖ് പി ഹാരിസ്, വർഗീസ് ജോർജ്, KP മോഹനൻ MLA, V സുരേന്ദ്രൻപിള്ള എന്നിവർ അല്പസമയത്തിനകം ഡൽഹിയിൽ ശരത് യാദവിനെ കാണും. VV അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, കൽപ്പറ്റ തോൽവിക്ക് ശേഷം ഈ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു. അത് ശക്തമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വിവരങ്ങൾ എന്താണ് ഇപ്പോൾ വരുന്നത്? MV ശ്രേംസ് കുമാറിനെതിരെയാണ് LJDയിൽ വലിയ കലാപം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നേതൃമാറ്റം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. LJD സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് MV ശ്രേംസ് കുമാർ. അതിൽ അദ്ദേഹത്തെ മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിൽ ഒന്നാകെ ഒരു അഴിച്ചുപണി വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് LJDയുടെ വർഗീസ് ജോർജും ഷേഖ് പി ഹാരിസും V സുരേന്ദ്രൻപിള്ളയും കൂത്തുപറമ്പ് MLA KP മോഹനും. ഈ 4 നേതാക്കളാണ് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഡൽഹിയിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് യാദവിനെ കാണുന്നത്. സമഗ്ര അഴിച്ചുപണി നേതൃത്വത്തിൽ വേണമെന്നാണ് ആവശ്യം. അതിന് പ്രധാന കാരണം ഇത്തവണ 3 സീറ്റുകളിലാണ് LJD മത്സരിച്ചത്. അതിൽ ഒരു സീറ്റ് ജയിക്കുകയും ചെയ്തു. ഈ 3 സീറ്റ് എന്ന് പറയുമ്പോൾ 3ഉം ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. കൂത്തുപറമ്പ് KK ശൈലജ മത്സരിച്ച സീറ്റ് KP മോഹൻ നിലനിർത്തി. പക്ഷേ കൽപ്പറ്റയിൽ CPMന്റെ സിറ്റിംഗ് സീറ്റ് അവിടെ പരാജയമുണ്ടായി. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ പരാജയപ്പെട്ടു. അതുപോലെ വടകരയിലും തോൽവിയുണ്ടായി, സിറ്റിംഗ് സീറ്റിൽ തോൽവിയുണ്ടായി. ഈ സീറ്റിൽ തോൽവിയുണ്ടായത് മാത്രമല്ല, സീറ്റുകൾ അധികം വാങ്ങിയെടുക്കുന്നതിലും നേതൃത്വം പരാജയപ്പെട്ടു എന്ന ആരോപണമാണ് ഈ എതിർവിഭാഗം ഉന്നയിക്കുന്നത്. മന്ത്രിസ്ഥാനം മറ്റ് ഇടതുമുന്നണി ബാക്കി എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. ഒരു MLA ഉള്ള കക്ഷികൾക്ക് പോലും മന്ത്രിസ്ഥാനം ലഭിച്ചു. പക്ഷേ അവിടെയും LJD തഴയപ്പെട്ടു. അത് നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് MV ശ്രേംസ് കുമാറിന്റെ വീഴ്ചയാണ്, പിടിപ്പുകേടാണ്. ഇടപെടുന്നു. വിശദാംശങ്ങളിലേക്ക് വരാം. അരുൺ, ഒന്ന് തുടരുക. ഇപ്പോൾ LJD നേതാവ് ചാരുപാറ രവി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചാരുപാറ രവി, മുതിർന്ന നേതാക്കൾ ശരത് യാദവിനെ കാണുക എന്നുള്ളതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അത് സംഭവിക്കുന്നുണ്ട്. അത് ഒരു വെറും കൂടിക്കാഴ്ച മാത്രമാണോ? ഷേഖ് പി ഹാരിസ് അടക്കം ഉള്ളവർ ഇന്ന് ഡൽഹിയിലെത്തി ശരത് യാദവിനെ കാണുന്നത്? ഏഷ്യാനെറ്റിൽ ഞാനും കണ്ടു. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ഷേഖ് പറഞ്ഞതും കേട്ടു. ഷേഖ് പറഞ്ഞത് ഒരു ഗൂഢാലോചനയുടെ ഫലമായുള്ള വാക്കുകളാണ്. കഴിഞ്ഞ 2 മീറ്റിംഗ്, ആദ്യം ഒരു സംസ്ഥാന സമിതി കൂടിയതിനു ശേഷം, അതിനുശേഷം കഴിഞ്ഞ 7-ാം തീയതി ഓൺലൈൻ മീറ്റിംഗ് ആയി ജില്ലാ പ്രസിഡന്റുമാരുടെയും സംസ്ഥാന ഭാരവാഹികളുടെയും യോഗം MV ശ്രേംസ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ഈ യോഗങ്ങളിലൊന്നും ഈ ആവശ്യം ഉന്നയിച്ചില്ല. പക്ഷേ മത്സരിച്ച നിയോജക മണ്ഡലങ്ങളിൽ കൽപ്പറ്റയിലും കോഴിക്കോട് ജില്ലയിലെ വടകരയും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുള്ള ഇലക്ഷനിലുണ്ടായ കോട്ടും ഒക്കെ വിലയിരുത്തി കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് ജില്ലാ പ്രസിഡന്റുമാരോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിന് അന്ന് ഈ ആവശ്യം ഈ 7-ാം തീയതി നടന്ന മീറ്റിംഗിൽ ഉന്നയിച്ചില്ല. 7-ാം തീയതി അജണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്രേംസ് കുമാർ പറഞ്ഞ മറുപടി, നിങ്ങൾ രണ്ടാളും ഈ ചർച്ചയിലെല്ലാം പോകുന്നത് ശ്രേംസ് കുമാറിനോടൊപ്പം, പലപ്പോഴും ശ്രേംസ് കുമാർ ഇല്ലാത്തപ്പോഴും വർഗീസ് ജോർജിനെയും ഷേഖ് ഹാരിസിനെയും അയക്കാറുള്ളത്. ഇവർ രണ്ടുപേരും സീറ്റ് ചർച്ച അടക്കം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തതാണ്. അപ്പോൾ ശ്രേംസ് കുമാറിന് ചോദ്യം ഉന്നയിച്ചത് അജണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി മന്ത്രി കൃഷ്ണൻകുട്ടിയെ കണ്ടല്ലോ കഴിഞ്ഞ LDFന് ശേഷം, എന്തായിരുന്നു ഉദ്ദേശം, എന്തിനാണ് പോയത്, അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ലയനത്തിന് വേണ്ടിയാണോ അത് മറ്റെന്തെങ്കിലും കാര്യം? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, രണ്ടുപേരും മറുപടി, നമുക്ക് LDFിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നേടിയെടുത്തതിന് ശേഷം ലയനത്തെ പറ്റി ആലോചിക്കാം. ഇപ്പൊ ശ്രേംസ് കുമാർ പറഞ്ഞത് ശരിയല്ലല്ലോ, ആ നടപടി ശരിയല്ല എന്ന് എല്ലാവരും വിമർശിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഒരാൾ പോലും ശ്രേംസ് കുമാർ മാറണമെന്നോ മാറ്റണമെന്നോ അഭിപ്രായപ്പെട്ടില്ല. ശ്രേംസ് കുമാർ അങ്ങോട്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ്, പക്ഷെ നേരായ വഴിയിൽ കൂടെ വരണം, അല്ല വളഞ്ഞ വഴിയിൽ കൂടി വന്ന് എന്നെ ആക്രമിക്കരുത് എന്ന് പറയുകയും ചെയ്തു. എല്ലാവരും ആ യോഗത്തിൽ ആരും തന്നെ ശ്രേംസ് കുമാർ സ്ഥാനം മാറണം എന്ന് അല്ല. ശ്രീ ചാരുപാറ, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ആ രീതിയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കളുടെ പേരുകൾ, ഇപ്പൊ ഷേഖ് പി ഹാരിസ് അടക്കമുള്ളവർ ആ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നു എന്ന് താങ്കൾ സമ്മതിക്കുക കൂടിയാണ് അല്ലേ? എല്ലാവരും കൂടെ ഇപ്പൊ കണ്ടത് ഷേഖ് പറഞ്ഞ വാചകത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. യോഗത്തെ ഞാൻ പാർലമെന്ററി ബോർഡ് ചെയർമാനാണ് സംസ്ഥാന. അപ്പൊ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല, ഇങ്ങനെ ഞങ്ങൾ നീക്കം നടത്തുകയാണ്, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞു. ഇതൊരു
പുതിയതായ ഒരു അജണ്ട നിശ്ചയിച്ച് ശ്രേയംസ് കുമാറിന് അല്ല, ശരത് യാദവിനെ കാണുക എന്നുള്ളതിനും ആ രീതിയിലുള്ള ഒരു അറിയിപ്പ് കൊടുക്കണമെന്നുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അല്ല, അത് സാധാരണ നടക്കാത്തതാണ്. അതായത് താങ്കൾ പോലും അറിഞ്ഞിട്ടില്ല, അങ്ങനെ അറിയിക്കാതെ ഒരു വിഭാഗം ശരത് യാദവിനെ കാണുകയാണ് എന്നാണോ? അതെ അതെ, ശരത് യാദവ് വളരെ രോഗശൈലിയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ തന്നെ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കിയൊരു ഗൂഢാലോചനയിൽ ആരൊക്കെയാണ് പിന്നിലെന്ന് നമുക്കറിയില്ല. ഏതായാലും പാർട്ടിയുടെ, അതായത് ഈ വിഭാഗം, ഞാൻ ഒന്നുകൂടെ ദയവായി ശ്രീ ചാരുമാർ രവി, ഞാനതൊന്ന് സ്പെസിഫൈ ചെയ്യാനാണ്. അതായത് ഇത്രയും പേർ ശരത് യാദവിനെ കാണാനായി ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്, അത് ഈ പാർട്ടിക്കകത്ത് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഒരു വിഭാഗം മറു രീതിയിൽ ചിന്തിക്കുന്നു എന്ന് താങ്കൾ സമ്മതിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഡൽഹിയിൽ പോയിരിക്കുന്നതും ശരത് യാദവിനെ കാണുന്നതും എന്നാണോ? അങ്ങനെ ആയിരിക്കുമല്ലോ. അവർ പറഞ്ഞ വാക്ക്, ഷേഖിന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് തോന്നിയതാണ്. ഒരാൾക്ക് 2-3 ആളുകൾ ചെന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ മന്ത്രിയാകാത്തതിനെ പറ്റി ഒരു ചർച്ച പോലും നടന്നില്ല. മന്ത്രിയാകാത്ത സാഹചര്യത്തെ പറ്റി വളരെ വ്യക്തമായി നമ്മളെല്ലാം പറഞ്ഞതാണ്. ആദ്യം തന്നെ ജനതാദൾ എസുമായി ലയനം വേണം. ജനതാദൾ എസ് ലയിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടം രാഷ്ട്രീയമായി ഒരു വ്യക്തമായൊരു കൊടിയും ചിഹ്നവും നമുക്കില്ല. അപ്പൊ നമ്മൾ മത്സരിക്കുന്നത് സ്വതന്ത്ര ഇനത്തിലാണ്. ഗവൺമെന്റിൽ രജിസ്ട്രേഷനിൽ ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു അംഗീകാരം പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഭൂരിപക്ഷം 99% പ്രവർത്തകരും ഈ സംവിധാനത്തിൽ മാറി ജനതാദൾ എസ് നമ്മൾ അന്ന് തെറ്റി വന്ന സാഹചര്യം രാഷ്ട്രീയമായ സാഹചര്യം അല്ല, വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ തന്നെയാണ്. അല്ലാതെ രാഷ്ട്രീയമായ നിലപാടുകൾ വെച്ചുകൊണ്ടല്ല. അതിന് പേരിന് പറയുന്നത് BJP ബാന്ധവം ദേവഗൗഡയുടെ മകനുണ്ടായി. അത് ആർക്കെല്ലാം ഉണ്ട്? ശരത് പവാറിന്റെ ഗവൺമെന്റിൽ പാർട്ടിയിലുള്ള ആളുകൾ ഇന്ന് മഹാരാഷ്ട്രയിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലേ? അങ്ങനെ പലയിടത്തും അതുണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ല. പക്ഷെ രാഷ്ട്രീയമായി മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം എന്നുള്ളതിൽ ജനതാദൾ എസും LJDയും രണ്ടായി നിന്നിട്ട് കാര്യമില്ല. അല്ല, ശ്രീ ചാരുമാർ, ഒറ്റ കാര്യം കൂടി, കൂടുതൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സംസ്ഥാന അധ്യക്ഷൻ മാറണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കാനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നാണല്ലോ തോന്നുക. കാരണം ഇത്രയും അധികം പേരാണ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് കൊടുത്തിരിക്കുകയല്ലോ അനുമതി. നിങ്ങളെല്ലാം കൂടെ ഒരാൾ കൂടെ ഇല്ലാത്ത ആളുകളും ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടെ ഒരു അനുയായി ഇല്ലാത്ത ആളുകൾ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവരതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്തിരിഞ്ഞ് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതാണ് എന്റെ ഓക്കെ. വളരെ നന്ദി. LJD നേതാവ് ചാരുപാറ രവി ആണ് സംസാരിച്ചത്. VV അരുണിലേക്ക് വീണ്ടും. അരുൺ, അതായത് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. ഒരു വിഭാഗം മറു രീതിയിൽ ചിന്തിക്കുകയാണ്, അവർ തിരികെ വരണം. അതാണല്ലോ ചാരുപാറ രവി പറയുന്നത്. അതായത് അദ്ദേഹം സ്ഥിരീകരിക്കുക തന്നെ ചെയ്യുന്നു ആ രീതിയിലുള്ള ഒരു നീക്കം ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന്. കൂടുതൽ നേതാക്കൾ ഇത് ആരുടെ ഭാഗത്താണ്? ഇത് ഏത് അവസ്ഥയിലേക്കാണ് പാർട്ടി പോകുക എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ? കഴിഞ്ഞ കുറേ മാസങ്ങളായി LJDയിൽ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ മറനീക്കി പരസ്യമായി പുറത്തു വരുന്നു. പരസ്യമായ നേതാക്കൾ വെല്ലുവിളിക്കുന്നു, നേതൃത്വത്തെ കണ്ട് സംസ്ഥാനത്തെ നേതൃമാറ്റം ആവശ്യപ്പെടുന്നു. അതാണ് അവസ്ഥ. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ തന്നെ വലിയ വിമർശനമാണ് MV ശ്രേയാംസ് കുമാറിനെതിരെ ഉയർന്നത്. സിറ്റിംഗ് സീറ്റുകളിൽ പോലും ജയിക്കാനായില്ല. അതുകൊണ്ട് ശ്രേയാംസ് മാറണമെന്ന ആവശ്യം അന്ന് തന്നെ ഉയർന്നു വന്നു. പിന്നീട് സംസ്ഥാന സമിതി വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന നിലപാടാണെന്ന് ശ്രേയാംസ് കുമാറും നേതൃത്വം സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് അത്തരത്തിൽ സംസ്ഥാന സമിതി യോഗം ചേരാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ കൊണ്ട് ശ്രേയാംസിനെ മാറ്റിക്കണമെന്ന ആവശ്യം പറയിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം. അതിൻ്റെ ഭാഗമായാണ് നീക്കം. പ്രധാനപ്പെട്ട 4 നേതാക്കളാണെന്ന് പോയിരിക്കുന്നത്. ഒരു MLA കൂടി കൂട്ടത്തിലുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് ചെറിയ കക്ഷികൾക്ക് എല്ലാവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ കാലങ്ങളായി ഇടതുമുന്നണിക്കൊപ്പം ഉണ്ടായിരുന്ന LJDയുടെ പഴയ രൂപമാണ്. ആ ഒരു പാർട്ടി ഇടതുമുന്നണി തഴഞ്ഞത് ഇടതുമുന്നണിയുടെ CPMന്റെയോ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെയോ കുറ്റമായല്ല LJDയുടെ നേതാക്കൾ കാണുന്ന. മറിച്ച് MV ശ്രേയാംസ് കുമാർ KP മോഹനെ മന്ത്രിയാക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. കൽപ്പറ്റയിൽ നിന്ന് വിജയിച്ചു വന്ന് ശ്രേയാംസ് കുമാറിന് മന്ത്രിയാകാനായിരുന്നു ധാരണ. പക്ഷേ അവിടെ പരാജയപ്പെട്ടതോടുകൂടി നടക്കാതെ പോയി. അതുകൊണ്ട് തനിക്ക് പകരം KP മോഹൻ വേണ്ട എന്ന നിലപാട് MV ശ്രേയാംസ് കുമാർ സ്വീകരിച്ചതാണ്. മറ്റു എല്ലാ കക്ഷികൾക്കും മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോഴും LJDക്ക് ലഭിക്കാതെ പോയതെന്ന പരാതി ഈ വിഭാഗത്തിനുണ്ട്. അതുകൂടി കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ചാരുപാറ രവിയെ പോലെ ഒരു വിഭാഗം ഇപ്പോഴും ശ്രേയാംസ് കുമാറിനെ പിന്തുണച്ച് രംഗത്തുമുണ്ട്. ഏതായാലും ലയിച്ച് ഇടതുമുന്നണിക്കൊപ്പമുള്ള 2 ജനതാ പാർട്ടികളും ലയിച്ച് ഒറ്റ പാർട്ടിയാകണമെന്ന് CPM മുന്നണി നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ LJD തന്നെ ഒരു പിളർപ്പിന്റെ സമാന സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ്.
കൂടുതൽ നേതാക്കൾ ഇപ്പോൾ നമ്മൾ അരുൺ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ MLA KP മോഹനൻ ആണെങ്കിൽ വർഗീസ് ജോർജ്, V സുരേന്ദ്രൻപിള്ള അല്ല, ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മറുചേരിയിലാണ് എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. ചാരുപ്പാറ രവി പറയുമ്പോൾ ഇത് എത്ര പേരാണ് ഓരോ വിഭാഗത്തിനകത്തുമുള്ളത്? ഇത് ആർക്കാണ് ഈ പാർട്ടി തന്നെ ഇങ്ങനെ ഒരു കലാപത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് ആർക്കാണ് മുൻതൂക്കം പാർട്ടിക്കകത്ത്? ഏറ്റവും പ്രധാനം സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് ഇത്തരം ഒരു കലാപ നീക്കം അല്ലെങ്കിൽ കലാപം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രേയാംസ് കുമാർ, വീരേന്ദ്രകുമാർ ഉള്ള സമയം മുഴുവനും അദ്ദേഹത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പാർട്ടി. പക്ഷെ അദ്ദേഹം മരിച്ച ശേഷം ശ്രേയാംസ് കുമാറിനെ ഈ പാർട്ടിയിൽ തന്റെ ആധിപത്യം അതേപടി നിലനിർത്താൻ കഴിയുന്നില്ല എന്ന് വേണം കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇപ്പോൾ അതിലൊരാൾ നേരത്തെ മറ്റൊരു പാർട്ടി വിട്ട് LJDയിലേക്ക് വന്നയാളാണ് V സുരേന്ദ്രൻപിള്ള. അദ്ദേഹവും കൂടി ഇപ്പോൾ ഈ വിഭാഗത്തിനൊപ്പം ചേർന്നാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത്. അതിലും ശ്രേയാംസ് കുമാറിനും ഒപ്പമുള്ളവർക്കും വലിയ അതൃപ്തിയുണ്ട്. വന്നു കയറിയവർ പോലും നേതൃത്വത്തിന് രംഗത്ത് വരുന്നു, അതിൽ പാർട്ടിയിലുള്ളവർ പിന്തുണ നൽകുന്നു എന്ന പരാതിയാണ് ആ വിഭാഗത്തിനുള്ളത്. ഏതായാലും ഇവർക്കെതിരെ നടപടിയെടുക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പരസ്യമായൊരു പിളർപ്പ് സമാനമായ സാഹചര്യത്തിലേക്ക് LJD നേതൃത്വം പോവുകയാണ്. ഇതിൽ ലയനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. ലയനത്തിനെതിരും നിൽക്കുന്നത് ഇതേ വിഭാഗം എന്ന പരാതിയാണ് ഔദ്യോഗിക നേതൃത്വത്തിനുള്ളത്. ഏതായാലും ഇന്ന് ഇപ്പോൾ ഡൽഹി നടക്കുന്ന ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമായി തീരും. ആർക്കൊപ്പമാണ് ശരത് യാദവ്, ശ്രേയാംസ് കുമാറിന്റെ മാറ്റം തയ്യാറാകുമെന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയുണ്ട്. അവിടെ നിന്നുള്ള തീരുമാനങ്ങളാകും ഏറ്റവും നിർണായകമായി മാറുക. റൈറ്റ്, തീർച്ചയായും VV അരുൺ നൽകുന്നു. അത് ഏതായാലും പാർട്ടിക്കകത്ത് LJDയിൽ അങ്ങനെ ഒരു പിളർപ്പിലേക്ക് പോകുന്നു, ഒരു കലാപത്തിലേക്ക് പോകുന്നു എന്നുള്ള ഞങ്ങളുടെ റിപ്പോർട്ട് തന്നെ സ്ഥിരീകരിക്കുക കൂടിയായിരുന്നു LJD നേതാവ് ചാരുപ്പാറ രവി. നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന്, പാർട്ടി പിളർപ്പുണ്ടാകാതെ നേതാക്കൾ തിരികെ വരണം എന്നുള്ളൊരു അഭിപ്രായം കൂടി അദ്ദേഹം അല്പം മുൻപ് ന്യൂസ് 8നോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. VV അരുൺ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, G സുധാകരനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആദ്യ യോഗം ചേരുകയാണ്. വോട്ടെടുപ്പിന് ശേഷം ഇതാദ്യമായാണ് സുധാകരൻ പാർട്ടി യോഗത്തിനെത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവന്റെ സാന്നിധ്യത്തിലാണ് യോഗം. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, വളരെ നിർണായകമായിട്ടുള്ളൊരു യോഗം. ആലപ്പുഴയിലെ CPM ഇക്വേഷനുകളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രകടമായിട്ടുള്ള മാറ്റം എന്താണെന്ന് കൂടി വരും ദിവസങ്ങൾ അറിയാൻ കഴിയുന്ന ഒരു യോഗത്തിലേക്കാണ്. ഇത് ഏത് രീതിയിലേക്കാണ് തീരുമാനങ്ങൾ ഇതിൽ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗത്തിൽ G സുധാകരൻ പങ്കെടുക്കുകയും ചെയ്യുന്നു. നാളത്തെ വിട്ടുനിൽക്കലിന് ശേഷം കൂടി എന്തെല്ലാമാണ് വിവരങ്ങൾ? അവരുടെ കഴിഞ്ഞ 3 യോഗങ്ങൾ, അതായത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ 3 യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഗൗരവകരമായ ഒരു മൗനം പാലിച്ചതിനു ശേഷമാണ് ഇന്ന് G സുധാകരൻ വീണ്ടും CPMന്റെ യോഗത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ആലപ്പുഴ കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, ഇപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഇപ്പോൾ G സുധാകരൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തിരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട്, അതിൽ G സുധാകരനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. മാത്രമല്ല G സുധാകരനെതിരെയുള്ള അമ്പലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് സംബന്ധമായ വീഴ്ചകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ കമ്മീഷൻ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇപ്പോൾ സുധാകരൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പ്രധാനമായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ഒപ്പം തന്നെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവന്റെ മുന്നിലേക്കും നിരത്താൻ പോകുന്നത് അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ തന്നെയാണ്. പ്രധാനപ്പെട്ടത് G സുധാകരൻ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ G സുധാകരന് നേരിട്ട സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും H സലാമിന് ലഭിച്ച ഭൂരിപക്ഷങ്ങളും ഒപ്പം തന്നെ വിജയത്തിൽ ഈ മേഖലകളിൽ നിന്ന് ലഭിച്ച നിർണായക വോട്ടിനെ സംബന്ധിച്ചുമായിരിക്കും അദ്ദേഹം ഇന്ന് ജില്ലാ കമ്മിറ്റി. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. റവന്യൂ മന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റവന്യൂ വകുപ്പിൽ നടക്കുന്നതൊന്നും മന്ത്രി അറിയുന്നില്ലെന്നാണ് VD സതീശന്റെ പരിഹാസം. വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി അധികാരം അടിയറ വെച്ചോ എന്ന് സംശയമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. അണ്ടർ സെക്രട്ടറി OG ശാലിനിക്കെതിരായ നടപടി അറിഞ്ഞില്ല എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് സതീശന്റെ വിമർശനം. മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി നാട്ടിലെല്ലാവരും അറിഞ്ഞ ഈ കാര്യം, അറിയാത്ത ആരുമില്ല. മന്ത്രി പറയുന്നു എനിക്കറിയില്ലെങ്കിൽ അദ്ദേഹമല്ല ഈ വകുപ്പ് ഭരിക്കുന്നത്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഭരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വൻമതിൽ, നവോത്ഥാനം, ഇപ്പം എന്താണ് CPMന്റെ സ്ത്രീപക്ഷ കേരളം, ഇതൊക്കെ പറഞ്ഞാൽ മാത്രം മതിയോ? ഒരു സ്ത്രീയാണ് ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് ജോലി ചെയ്തതിൻ്റെ പേരിൽ. അതേസമയം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് നന്നായി അറിയാമെന്നും ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നും റവന്യൂ മന്ത്രി K രാജന്റെ മറുപടി. അണ്ടർ സെക്രട്ടറിയുടെ ഗുഡ് സർവീസസ് എൻട്രി റദ്ദാക്കിയ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു.
മുഖ്യമന്ത്രിയോ മന്ത്രിയോ അറിയേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മുമ്പിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വരേണ്ടതുള്ളൂ. ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ എല്ലാ ദിവസങ്ങളിലും എല്ലാ കേന്ദ്രങ്ങളിലും ഇടപെടേണ്ട കാര്യം യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്കില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താണ് ആ കാര്യത്തിൽ പറഞ്ഞത് എന്ന് നേരിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ കാര്യം സംസാരിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംശയം ദൂരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഓരോ ദിവസവും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ നടക്കുന്ന ഏതെങ്കിലും പ്രക്രിയയിൽ ഇടപെടണമെന്ന് തോന്നേണ്ട കാര്യം വന്നിട്ടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് TG സജിത്ത് ചേർന്നു. സജിത്ത്, ഇതൊരു വിവാദത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ആരോപണങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതാൻ കഴിയുമോ? ഇത് ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഷയം വലിയ വിവാദമായിട്ട് പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീപക്ഷ കേരളം എന്ന വിഷയം ചർച്ചയാക്കുന്ന സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടായതടക്കമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അത് ഉദ്യോഗസ്ഥ തലത്തിലെ സ്വാഭാവിക നടപടി എന്നാണ് വിശദീകരണം. ഇതിനെയും പ്രതിപക്ഷം വിശദീകരിക്കുന്നുണ്ട്. വകുപ്പിലെ കാര്യങ്ങളൊന്നും മന്ത്രി അറിയുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ വിവാദത്തിൽ വലിയ നീക്കത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ മരമുറി വിവാദവുമായി ബന്ധപ്പെട്ട് നേരത്തെയും രേഖകൾ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അതിന്റെ പുതിയൊരു നീക്കമാണ് ഇന്നലെ ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗുഡ് സർവീസ് എൻട്രി, ഉദ്യോഗസ്ഥയുടെ ഗുഡ് സർവീസ് എൻട്രി റവന്യൂ സെക്രട്ടറി റദ്ദാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും നീക്കങ്ങൾക്കുമാണ് പ്രതിപക്ഷം വരുന്നത്. റൈറ്റ്, സജിത വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം കോട്ടൂരിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കുളത്തുമ്മൽ സ്വദേശി അമനാണ് പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഞ്ചാവ് മാഫിയ സംഘത്തിൽപ്പെട്ടയാളാണ് അമനെന്ന് പോലീസ് പറഞ്ഞു. അനു VS ചേർന്ന വിവരങ്ങളുമായി. വിവരങ്ങൾ. അപർണ, ഇന്നലെ പുലർച്ചെയാണ് നെയ്യാടം പോലീസിന് നേരെ കഞ്ചാവ് മാഫിയയുടെ ബോംബാക്രമണം, പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത്. ഇതിനുശേഷം 2 പേർ ആശ്രമത്തിന് പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കാട്ടാക്കട നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് നെടുമങ്ങാട്, ആര്യങ്കോട്, കാട്ടാക്കട, അരുവിക്കര പ്രദേശങ്ങളിൽ നിന്ന് 10 പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ നേരത്തെ അറസ്റ്റിലായിരുന്ന നെടുമങ്ങാട് കുളത്തുമ്മൽ സ്വദേശി അവന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ കഞ്ചാവ് മാഫിയയുടെ ആളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പോലീസിനെ ആക്രമിച്ച കേസിൽ മുഴുവൻ പേരെയും ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അപർണ. ഓക്കെ, റൈറ്റ്. VS അനു വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗർഭിണിക്ക് നേരെ ആക്രമണം. പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആര്യങ്കോട് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ഗ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. ശ്രീകുമാറിന്റെ വീടിന് നേരെ അയൽവാസി നടത്തിയ കല്ലേറിലാണ് യുവതിക്ക് പരിക്കേറ്റത്. നെഞ്ചിലും വയറ്റിലും കല്ലേറ് കൊണ്ടെന്ന് ഗ്രീഷ്മ പറഞ്ഞു. ശ്രീകുമാർ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു ആക്രമണം. വീടിന് ഭീഷണിയായ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 2 പേർക്കെതിരെ ആര്യങ്കോട് പോലീസ് കേസെടുത്തു. റവന്യൂ വകുപ്പിന്റെ മരംമുറി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയിൽ നിന്ന് മരം മുറിച്ച കർഷകർക്കെതിരെ കേസെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം. 2 ദിവസത്തിനകം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ DFO റേഞ്ച് ഓഫീസർമാർക്ക് വീണ്ടും കത്തയച്ചു. കർഷകർക്കെതിരെ കേസെടുക്കില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. പട്ടയഭൂമിയിലെ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകുന്നതായിരുന്നു 2020 ഒക്ടോബർ 24 റവന്യൂ ഉത്തരവ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മരം മുറിച്ച കർഷകർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് DFO റേഞ്ച് ഓഫീസർമാർക്ക് നൽകിയ നിർദ്ദേശം. ഇതേ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ 5-നും 12-നും നേരിമംഗലം, അടിമാലി, ദേവികുളം റേഞ്ച് ഓഫീസർമാർക്ക് മൂന്നാർ DFO സർക്കുലർ നൽകിയിരുന്നു. എന്നാൽ വനം വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ കേസെടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കാനും നടപടി വൈകിയതിന് വിശദീകരണം തേടിയും വീണ്ടും DFO കത്തയച്ചത്. DFOയുടെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ജില്ലയിൽ മാത്രം 500-ലധികം കർഷകർ കേസിൽ പ്രതികളാകും. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉത്തരവെന്നും അതിനാൽ കർഷകർക്കെതിരെ കേസെടുക്കില്ലെന്നുമായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ മന്ത്രി AK ശശീന്ദ്രന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരമാണ് DFOയുടെ നീക്കമെന്നാണ് സൂചന. കർഷകരെ വെട്ടിലാക്കുന്ന നടപടിക്കെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ UDFൽ ഭിന്നത. സർക്കാരിന്റെ പുതിയ ഉത്തരവിൽ കാര്യമായ പരാതിയില്ലെന്നും ഒരു സമുദായത്തിനും നഷ്ടമില്ല എന്നും വി. ഡി. സതീശൻ പറഞ്ഞു. ന്യൂനതകൾ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കണം. മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം UDF പരിശോധിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ കുറയ്ക്കരുത്. അതിൻ്റെ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് സ്കോളർഷിപ്പ് കുറയ്ക്കാതെ അത് നിലനിർത്തണം.
അതേ അവസരത്തിൽ ഇതുവരെ കിട്ടാത്ത മറ്റ് സമുദായങ്ങൾക്ക് കൂടി, ക്രൈസ്തവ സമുദായങ്ങൾക്ക് കൂടി സ്കോളർഷിപ്പ്, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടി സ്കോളർഷിപ്പ് കൊടുക്കണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, ലീഗ് എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട്, പക്ഷേ ലീഗിന്റെ നിലപാട് UDF പരിശോധിക്കുമെന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് സതീശൻ പറഞ്ഞത്? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ടതായി സതീശൻ പറഞ്ഞൊരു കാര്യം, ഈ ലീഗ് ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ആർക്കും ഇത് നഷ്ടമാകില്ല എന്നാണ് സർക്കാർ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന ആർക്കും ഒരു വിഭാഗത്തിന് നഷ്ടമാകില്ല എന്ന് പറയുന്നു. അത് ഞങ്ങളുടെ തന്നെ UDF ഒരുമിച്ചെടുത്ത് സർക്കാരിന് മുന്നിൽ വെച്ച ആശയമായിരുന്നു. സർക്കാരിന് ഇത് സംബന്ധിച്ച് ആ യോഗത്തിൽ പോലും കാര്യമായൊന്നും പറഞ്ഞില്ല. അത് UDFന്റെ ആവശ്യമായിരുന്നു. അത് അംഗീകരിച്ചതിന് സ്വാഗതം ചെയ്യുന്നു എന്നാണ് VD സതീശൻ പറഞ്ഞത്. സ്വാഭാവികമായും ആ നിലപാടിനെയാണ് ഇപ്പോൾ ലീഗ് തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും UDFൽ കടുത്ത ഭിന്നതയുണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചതാണ്, ലീഗിന് ഇതിൽ അതിർത്തി ഉണ്ടല്ലോ എന്ന് ചോദിച്ച സമയത്ത് ലീഗിന്റെ കാര്യങ്ങൾ UDF വിശദമായി ചർച്ച ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നേരം എന്തായാലും VD സതീശൻ കോട്ടയത്ത് തന്നെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വീണ്ടും കണ്ടേക്കുമെന്നാണ്, ലീഗിന്റെ അതിർത്തി നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അദ്ദേഹം കണ്ടേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ UDFിനുള്ളിൽ ഇതൊരു തർക്ക വിഷയമായി തന്നെ നിൽക്കുന്നു. അത് ഉയർന്നു വരുന്നു, കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്നു എന്നതാണ്. ഞാൻ ശ്രീജിത്ത് പറയാം. മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് നമുക്കൊപ്പം. ശ്രീ KPA മജീദ്, സർക്കാരിന്റെ ഉത്തരവിൽ കാര്യമായ ഒരു പരാതിയുമില്ല, അത് ഒരു സമുദായത്തിന് നഷ്ടമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പറയുന്നു ലീഗിന്റെ പ്രശ്നങ്ങൾ UDF പരിഹരിക്കുമെന്നുള്ളത്. അപ്പോൾ നേരത്തെ ഇന്നലെ ലീഗ് വ്യക്തമാക്കിയ ഒരു നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നാണോ? ഇതിനകത്ത് ഇപ്പോൾ മുന്നണിക്കകത്ത് രണ്ടഭിപ്രായമാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഈ സർവകക്ഷി യോഗം വിളിക്കുന്ന തലേ ദിവസം തന്നെ രേഖാമൂലം മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് മുസ്ലിം മൈനോറിറ്റിയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കമ്മീഷനാണ്. ആ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ആലോചിക്കാൻ പാലോളിയെ ഇവിടെ പാലോളി കമ്മിറ്റി ചുമതലപ്പെടുത്തിയത്. ഇത് ആരംഭിക്കുന്നത് കോച്ചിങ് സെന്റർ ആണെങ്കിലും സ്കോളർഷിപ്പ് ആണെങ്കിലും ഇത് തുടങ്ങുന്നത് മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത കത്തിൽ പറഞ്ഞത് ഈ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിനുള്ള ആനുകൂല്യം പൂർണ്ണമായും 100% മുസ്ലിം സമുദായത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. അതേസമയത്ത് മറ്റു സമുദായങ്ങൾക്ക്, മൈനോറിറ്റിക്കോ മറ്റു സമുദായങ്ങൾക്കോ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ജനസംഖ്യാനുപാതികമായി എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതിന് ഞങ്ങൾക്കെതിരല്ലെന്നുള്ളതും ഞങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഈ 2 പോയിന്റ് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. യോഗത്തിൽ ഞങ്ങളത് അവതരിപ്പിക്കുക ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ നിലപാടിലെ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊരു നിലപാട് ഞങ്ങൾക്കില്ല. അതായത് ശ്രീ KPA മജീദ് 80-ൽ നിന്ന് 60-ലേക്ക് കുറയുന്നതാണല്ലോ ലീഗിന്റെ പരാതി. അപ്പോൾ ആ വിഷയം ഇപ്പോൾ ഉള്ള സ്കോളർഷിപ്പ് 80-20 ആണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ 15 ആയി മാറും. അത് കുറവ് വരും. പിന്നെ അത് മാത്രമല്ല, ഈ ഇന്ത്യയിൽ ഒട്ടാകെ വന്നിട്ടുള്ള ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഉണ്ടാക്കിയുള്ള ഈ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് പാലോളി കമ്മീഷന്റെ റിപ്പോർട്ടിനെയും കുഴിച്ചു മൂടുന്നതാണ് ഇപ്പൊ കേരള ഗവൺമെന്റ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല ശ്രീ KPA മജീദ്, അങ്ങനെയാണെങ്കിൽ തന്നെ അത് സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം, ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു വിമർശനം, അത് മുന്നണി ഒരുമിച്ചാണല്ലോ പറയേണ്ടത്. മുന്നണി 2 അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ തീരുമാനം ശരിയാണെന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇതിപ്പോ UDFിനകത്ത് ഇങ്ങനെ ഒരു ചർച്ച ഇനി വരുന്നുണ്ടോ? ലീഗുമായിട്ടൊരു ചർച്ച നടത്തുകയും പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് VD സതീശൻ. അല്ല, ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന് നിലപാടുണ്ട്. ഓരോ പാർട്ടികൾക്കും ഓരോ നിലപാടുണ്ടാവും. ഈ കാര്യത്തില് എല്ലാവരും നിലപാട് ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. ഒരു മുന്നണിക്കകത്ത് തന്നെ എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞുകൊള്ളണമെന്നില്ല. ലീഗിന് നിലപാടുണ്ട്. ലീഗ് ആ നിലപാടിലാണ് ഉറച്ചു വെക്കുക. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ലീഗിന് സാധ്യമല്ല. ഓക്കെ, വളരെ നന്ദി. KPA മജീദാണ് മുസ്ലിം ലീഗ് നേതാവ് പ്രതികരിച്ചത്. ഈ വിഷയത്തിനകത്ത് മുന്നണിക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായമല്ല എന്ന് വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമല്ല ലീഗിനുള്ളത്. ലീഗിന് വ്യക്തമായ അഭിപ്രായം ഈ വിഷയത്തിനകത്തുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ അഭിപ്രായമാണ് എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. KPA മജീദ് ന്യൂസ് 8നോട് പ്രതികരിച്ചത്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹീദ്, വിഷയത്തിനകത്ത് ലീഗിന്റെ അഭിപ്രായം പരിശോധിക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. പക്ഷേ KPA മജീദ് ഇപ്പോൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഉന്നയിച്ച ആ നിലപാടിൽ നിന്ന് മാറാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് മുന്നണിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിലേക്കോ ഒരു ഏകാഭിപ്രായത്തിലേക്കോ കാര്യങ്ങൾ പോകുന്നില്ല എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഷഹീദ്? അപർണ, തീർച്ചയായും സാമ്പത്തിക സംവരണ വിഷയത്തിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിലും
UDF-ൽ കോൺഗ്രസിനും ലീഗിനും രണ്ടഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിലൊരു പ്രത്യേകത ഇന്നലെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു കാര്യമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. അത് നിലപാട് മാറ്റം എന്തുകൊണ്ടെന്നാണെന്നുള്ളത് ചർച്ചകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നടക്കും. പക്ഷേ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ അവരുടെ നിലപാട്, അതായത് പ്രചാർ കമ്മിറ്റിയെ അട്ടിമറിക്കുന്ന, പ്രചാർ കമ്മിറ്റിയെയും പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെയും അട്ടിമറിക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. സർക്കാർ നിലപാടെന്ന ഉറച്ച നിലപാടിലേക്ക് അവർ പോവുകയാണ്. പക്ഷേ കോൺഗ്രസ് മറിച്ച് നിലപാടെടുക്കുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ഈ നിലപാടുമായി മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ശ്രദ്ധേയമായ കാര്യം. KP മജീദ് ഇപ്പോഴും ഉറച്ച് തങ്ങൾ ഈ നിലപാടിൽ നിൽക്കുമെന്ന് പറയുമ്പോഴും കോൺഗ്രസ് മറിച്ച് അഭിപ്രായം പറയുകയും UDF-ന്റെ ഒരു പൊതു തീരുമാനം ഇതിൽ എന്ത് ഉണ്ടാകും എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. കോൺഗ്രസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അഭിപ്രായം ഇതിന് മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ ലീഗ് അത് എന്ത് നിലപാട് എങ്ങനെയായിരിക്കും ഇതിന് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സാമ്പത്തിക സംവരണ വിഷയകാര്യത്തിൽ ലീഗ് വളരെ കൃത്യമായ നിലപാടുമായി എതിർപ്പുമായി രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസ് മറിച്ച് നിലപാടെടുക്കുകയും UDF-ൽ കോൺഗ്രസിന്റെ നിലപാടിന് മേൽക്കൈ നേടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പോലും പിന്നീട് ആ വിഷയത്തിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ വിഷയത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അതേ സമാനമായ സാഹചര്യം ഈ വിഷയത്തിലും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളെല്ലാം സർക്കാർ തീരുമാനത്തിൽ ശക്തമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ ഇനി എങ്ങനെ ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ UDF-ൽ രണ്ട് അഭിപ്രായം, അതിൽ ലീഗിന്റെ ജി ഷഹീദ് വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ UDF-നകത്ത് ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാകുന്ന ഇതിൽ കൂടിയാണ് KP മജീദ് കൂടി ന്യൂസ് 8-നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്തയോടുകൂടി ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുകയാണ്. നമസ്കാരം.